ഹലോ, ഞാൻ ജെയ്സൺ. എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. RCA നടത്തുന്ന CRE പ്രോഗ്രാമുകളിൽ പുതിയ വെബിനാറുകൾ എപ്രകാരം വ്യത്യസ്തപ്പെട്ടിരിക്കുന്നു എന്നതിന്റെ വ്യത്യാസത്തെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. നിങ്ങൾക്ക് അതിന്റെ ലിങ്ക് ഞാൻ ഇതിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. അതുപോലെ തന്നെ ലിങ്ക് ഇതിന്റെ മുകളിലും ഉണ്ടാകും. അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്റെ പ്രീവിയസ് വീഡിയോയിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് മറ്റുള്ള പഴയ CRE പ്രോഗ്രാമുകളിൽ നിന്ന് നമ്മുടെ പുതിയ വെബിനാറുകളിൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾ, ആ മാറ്റങ്ങൾ അറിഞ്ഞുകൊണ്ട് മാത്രം നമ്മൾ പുതിയ വെബിനാറുകൾ അറ്റൻഡ് ചെയ്യുക. ഇന്നത്തെ എന്റെ വീഡിയോയുടെ ലക്ഷ്യം എന്ന് പറയപ്പെടുന്നത് നമ്മുടെ CRC ഈ വർഷം 26ഓളം CRE പ്രോഗ്രാമുകൾ വെബിനാറുകളായിട്ട് സംഘടിപ്പിക്കുന്നു. CRC നടത്തുന്ന ഈ 26 വെബിനാറുകൾക്ക് നമുക്ക് എങ്ങനെ രജിസ്റ്റർ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത്. കാരണം ഇത് പൂർണ്ണമായിട്ടും ഓൺലൈനായിട്ടാണ്. നമുക്ക് അല്ലാത്ത രീതിയിൽ ഒന്നും രജിസ്റ്റർ ചെയ്യാനുള്ള അവസരങ്ങളില്ല. അപ്പോ തീർച്ചയായിട്ടും ഈ വീഡിയോ മൊത്തത്തിൽ കാണുക. അതിന്റെ അകത്ത് ഓരോ മാർഗനിർദ്ദേശങ്ങളും ഞാൻ വളരെ വ്യക്തമാക്കുന്നതായിരിക്കും. അതിന്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയേഴ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. അപ്പൊ അതുകൊണ്ട് തീർച്ചയായും കാണുക. കൂടാതെ നമ്മുടെ ഈ ഓരോ വെബിനാറുകളുടെയും രജിസ്ട്രേഷൻ സമയം വരുമ്പോൾ തന്നെ അതിന്റെ ഒരു വീഡിയോ ഇതിന്റെ അകത്ത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എപ്പോഴാണ് ഫസ്റ്റ് കം ഫസ്റ്റ് എന്നുള്ള രീതിയിൽ ആദ്യം ആര് രജിസ്റ്റർ ചെയ്യുന്നോ അവർക്ക് എന്നുള്ള രീതിയിലായിരിക്കും ഓട്ടോമാറ്റിക്കായിട്ട് കമ്പ്യൂട്ടർ ഡിറ്റക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ രജിസ്റ്റർ ചെയ്യണമെങ്കിൽ ഇതിന്റെ അകത്തെ ഈ ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം. അത് കഴിഞ്ഞ് ബെൽ ബട്ടൺ കൂടി അമർത്തിയിരുന്നാൽ ആദ്യം തന്നെ അതിന്റെ അകത്തേക്ക് ഈ പ്രോഗ്രാം അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കയറി നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റും ഓരോ പ്രോഗ്രാം വരുന്നതിനനുസരിച്ച്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് CREയിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവര് വേഗത്തിൽ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ആ ബെൽ ബട്ടൺ കൂടി അമർത്തി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ആദ്യം ആ പ്രോഗ്രാം എൻ്റർ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ ഇതിന്റെ അകത്ത് രജിസ്റ്റർ ചെയ്യാനായിട്ട് തുടങ്ങുന്നതിന് മുന്നേ തയ്യാറാക്കി വെക്കേണ്ടത് നിങ്ങളുടെ ആധാർ അല്ലെങ്കിൽ ഒരു അഡ്രസ് പ്രൂഫ് ഏതാണ് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന ആ അഡ്രസ് പ്രൂഫ് പ്ലസ് നിങ്ങളുടെ RCA രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്, ഇതിന്റെ രണ്ടിന്റെയും ഒരു ഫോട്ടോയോ അല്ലെങ്കിൽ സ്കാൻഡ് ഇമേജോ റെഡിയാക്കി വെക്കണം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ രജിസ്ട്രേഷന് ഈ രണ്ട് സാധനങ്ങളും അത്യാവശ്യമാണ്. അപ്പൊ അതുകൊണ്ട് ഇത് റെഡിയാക്കി വെച്ചതിന് ശേഷം വേണം രജിസ്ട്രേഷൻ പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്യാൻ. ഓക്കെ, ചെയ്യേണ്ടത് നിങ്ങളുടെ വെബ് ബ്രൗസർ എടുക്കുക. ഗൂഗിൾ ക്രോം ആയിരിക്കും, അതായിരിക്കും. അതിൽ crckozhikode.gov.in എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് CRCയുടെ വെബ്സൈറ്റ് കിട്ടും. അപ്പോൾ അതിൽ തന്നെ CRE എന്നുള്ള ഒരു ലിങ്ക് ഉണ്ട്. ആ ലിങ്കിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഇടതുവശത്ത് തന്നെയായിട്ട് CRE എന്നുള്ളൊരു ലിങ്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ അതിൻ്റെ താഴോട്ടേക്ക് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതാണ് CRCയുടെ വെബ്സൈറ്റ്. ആ വെബ്സൈറ്റിൻ്റെ ഏറ്റവും താഴെയായിട്ട് ഈ പറഞ്ഞിരിക്കുന്ന നമ്മുടെ CREയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അപ്ലോഡ് ചെയ്തിരിക്കുന്ന പ്രോഗ്രാം രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാകും. ഇപ്പോൾ പുതുതായിട്ട് നടക്കാൻ പോകുന്ന 7-8 തീയതികളിൽ നടക്കാൻ പോകുന്ന പ്രോഗ്രാമിന്റെ ഡീറ്റെയിൽസ് ആണ്. അതിൻ്റെ അകത്ത് ലാസ്റ്റ് രജിസ്റ്റർ ഹിയർ, ക്ലിക്ക് ഹിയർ എന്ന് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ താഴെ ജനറൽ ഗൈഡ് ലൈൻസ് പറയുന്നുണ്ട്. അപ്പോൾ അതെല്ലാം എല്ലാവരും ഒന്ന് വായിച്ചു നോക്കണം. 6 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് പ്രോഗ്രാം ഉണ്ട്. ഇതിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ 6 പോയിന്റാണ് ഒരു ദിവസത്തേക്ക് നമുക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെ ഞാൻ എൻ്റെ പ്രീവിയസ് വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു, ചുമ്മാ വെറുതെ അറ്റൻഡ് ചെയ്താൽ പോരാ, മറിച്ച് ഓരോ സെഷൻ കഴിയുമ്പോഴും നിങ്ങൾക്ക് ഒരു ഇവാലുവേഷൻ ഉണ്ട്. ആ ഇവാലുവേഷനിൽ മിനിമം 70% മാർക്ക് ലഭിക്കുന്നവർക്ക് മാത്രമേ സർട്ടിഫിക്കറ്റ് ലഭിക്കുകയുള്ളൂ. ഒരു തവണ നിങ്ങൾ ഫെയിലായി കഴിഞ്ഞാൽ ആ സെഷൻ കഴിഞ്ഞതിന് ശേഷം, ഇപ്പോൾ ഉദാഹരണത്തിന് രാവിലത്തെ സെഷന് നിങ്ങൾ ഫെയിലായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് ലഞ്ച് ബ്രേക്കിന്റെ ടൈമിൽ ഒരു തവണ കൂടി നിങ്ങൾക്ക് ഇവാലുവേഷൻ പ്രൊസീജിയർ ഉണ്ടാകും. അത് ഗൂഗിൾ ഫോം ആയിട്ട്, ലൈവ് ഗൂഗിൾ ഫോം ആയിട്ടാണ് ചെയ്യുന്നത്. ഇനി അതല്ല, മറിച്ച് ഉച്ച കഴിഞ്ഞുള്ളതാണെങ്കിൽ വീണ്ടും വരും. ഇത്തരത്തിൽ നിങ്ങൾക്ക് വീണ്ടും എക്സാം നടക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ ക്ലിക്ക് ഹിയറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത ഒരു വിൻഡോയിലേക്കാണ് നമ്മൾ പോകുന്നത്. അവിടെയാണ് നമ്മൾ പേര് ഒക്കെ രജിസ്റ്റർ ചെയ്യേണ്ടത്. ഇത്തരത്തിലുള്ളൊരു വിൻഡോയാണ് വരിക. അതിൽ നെക്സ്റ്റ് എന്ന് പറയപ്പെടുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കൊരു പുതിയൊരു വിൻഡോയിലേക്ക് പോകും. ഇതിപ്പോൾ CRCയുടെ ഡെമോയാണ് ഞാൻ അത് കാണിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് ആദ്യം നെയിം എന്ന് പറയപ്പെടുന്ന ഇതുണ്ടാകും. അതിൻ്റെ അകത്ത് നിങ്ങളുടെ RCA രജിസ്റ്ററിൽ എങ്ങനെയാണോ നിങ്ങളുടെ പേര്, അതേപോലെ
തന്നെ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. RC രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് അതുപോലെ തന്നെ നിങ്ങളുടെ CRR രജിസ്റ്ററിലുള്ള ആ പേര് അത് തന്നെയായിരിക്കണം, എന്ന് വെച്ചാൽ സർട്ടിഫിക്കറ്റുകളിലുള്ള പേര് തന്നെയായിരിക്കണം. അതിനുശേഷം CRR നമ്പർ കൊടുക്കുക. ചിലരുടെ എയിലായിരിക്കാൻ തുടങ്ങുന്നത്, ചിലരുടെ ബിയിലായിരിക്കാം. അത് കറക്റ്റ് വ്യക്തമായിട്ട് കൊടുക്കുക. കാരണം ഇതെല്ലാം ഓൺലൈനാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും തെറ്റ് സംഭവിച്ചാൽ പിന്നീട് കറക്റ്റ് ചെയ്യുന്നതിനൊരു ഓപ്ഷൻ ഇല്ല. അതുകൊണ്ട് കറക്റ്റായിട്ട് നിങ്ങളുടെ CRR നമ്പർ എയിലാണ് തുടങ്ങുന്നതെങ്കിൽ എയിൽ കറക്റ്റായിട്ട് രേഖപ്പെടുത്തുക. ഇനി അതുപോലെ തന്നെ ഇനി ചിലരുടെ ബിയിലായിരിക്കാം. ഗ്രാജുവേഷൻ ലെവൽ കഴിഞ്ഞവർക്കാണ് എയിൽ വരുന്നത്, അല്ലാത്തവർക്ക് ബിയിലായിരിക്കും. ഓക്കെ, അത് കഴിഞ്ഞതിന് ശേഷം വേണ്ടി വരുന്നത് നിങ്ങളുടെ RC രജിസ്ട്രേഷൻ ഇയർ, ഏത് വർഷമാണ് നിങ്ങൾ RC രജിസ്റ്റർ ചെയ്തതെന്നുള്ളതാണ്. അത് കൊടുക്കുക. അടുത്തത് അത് നമ്മുടെ RC രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിലൊക്കെ കൊടുത്തിട്ടുണ്ടാകും. നിങ്ങൾ പിന്നെ പെർമനന്റ് അഡ്രസ്സാണ് കൊടുക്കേണ്ടത്. നിങ്ങളുടെ പെർമനന്റ് അഡ്രസ്സ് ഏതാണോ ആ അഡ്രസ്സ് വ്യക്തമായിട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ഇതിൻ്റെ അകത്ത് ഡെമോയ്ക്ക് വേണ്ടി ചുമ്മാ ഇത് ഒന്നാണ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ് ഏതാണ്, നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള അഡ്രസ്സ്, ആ അഡ്രസ്സ് ക്ലിയർ ആയിട്ട് കൊടുക്കുക. സ്റ്റേറ്റ് ഏതാണെന്ന് കൊടുക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു 2-3 ടൈപ്പ് ലെവൽ ഓഫ് കോഴ്സസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് സ്റ്റേറ്റ് ഏതാണെന്ന് കൊടുക്കണം. ഡിസ്ട്രിക്ട് ലെവലാണോ അല്ലെങ്കിൽ ഇതാണോ എന്നനുസരിച്ച് വ്യത്യാസം വരും. അതുകൊണ്ടാണ് കറക്റ്റായിട്ട് സ്റ്റേറ്റ് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ഏത് ഡിസ്ട്രിക്റ്റിൽ നിന്നുള്ളവരാണ് എന്നുള്ളത് വ്യക്തമാക്കുക. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഏത് ഡിസ്ട്രിക്റ്റ് ആണെങ്കിലും അത് കറക്റ്റായിട്ട് എൻ്റർ ചെയ്യണം. പിന്നെ നിങ്ങളുടെ ജെൻഡർ കൊടുക്കുക, മെയിലാണോ ഫീമെയിലാണോ. അതുപോലെ തന്നെ കാറ്റഗറി ഇതെല്ലാം എൻ്റർ ചെയ്യേണ്ടതാണ്. അതുകൊണ്ട് ജനറൽ ആണോ ഏതാണെന്ന് കൊടുക്കണം. അതുപോലെ നിങ്ങൾ ഏതെങ്കിലും ഡിസേബിൾഡ് പേഴ്സൺ ആണെങ്കിൽ യെസ് കൊടുക്കുക, അല്ലെങ്കിൽ നോ കൊടുക്കുക. ഇനി സപ്പോസ് നിങ്ങൾ ഡിസേബിൾഡ് പേഴ്സൺ ആണെങ്കിൽ സ്പെസിഫൈ ചെയ്യണം ഏത് ടൈപ്പ് ഓഫ് ഡിസബിലിറ്റി ആണ്, എത്ര പെർസെൻറ്റേജ് ഉണ്ട് എന്ന് കൊടുക്കണം. അതിനുശേഷം നിങ്ങളുടെ മൊബൈൽ നമ്പർ കൊടുക്കുക. വാട്സപ്പ് നമ്പർ കറക്റ്റായി കൊടുക്കുക. ദെൻ ഇമെയിൽ ID നിങ്ങളുടെ തന്നെ ഇമെയിൽ ID കറക്റ്റായിട്ട് കൊടുക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകളെല്ലാം ഈ സർട്ടിഫിക്കറ്റുകളാണ്. അതുകൊണ്ട് കറക്റ്റായിട്ട് ഇത് കൊടുത്തിരിക്കണം. ഓക്കെ, അടുത്തതിന് ശേഷം നിങ്ങളുടെ ആധാർ നമ്പർ ഒറ്റ തെറ്റില്ലാതെ കൊടുക്കുക. നിങ്ങളുടെ ഡെസിഗ്നേഷൻ എന്താണോ, അതുപോലെ തന്നെ നിങ്ങൾ എവിടെയാണ് വർക്ക് ചെയ്യുന്നത്. ഇനി സപ്പോസ് നിങ്ങൾ വർക്ക് ചെയ്യുന്നില്ല, അവിടെയാണ് ഫ്രീലാൻസർ എന്നാണെങ്കിൽ യെസ് കൊടുക്കുക. നിങ്ങൾ ഫ്രീലാൻസ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ റീഹാബിലിറ്റേഷൻ ക്വാളിഫിക്കേഷൻ എന്താണ്, BEd ആണോ, MEd ആണോ, DEd ആണോ, എന്താണോ, MPhil ആണോ, ഏതാണോ നിങ്ങളുടെ റീഹാബിലിറ്റേഷൻ ക്വാളിഫിക്കേഷൻ അതാണ് ഇവിടെ എൻ്റർ ചെയ്യേണ്ടത്. അതിനുശേഷം ഏരിയ ഓഫ് സ്പെഷ്യലൈസേഷൻ. ചിലപ്പോൾ മെന്റൽ റിട്ടാർഡേഷനിലായിരിക്കാം, ചിലർ ഓട്ടിസത്തിലായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ സെറിബ്രൽ പാൾസിയിലായിരിക്കാം, അല്ലെങ്കിൽ ഹിയറിംഗ് ഇമ്പയർമെന്റിലായിരിക്കാം. ഏതാണോ അത് സെലക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ RCI സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുന്നതിനുള്ള ഓപ്ഷനാണ് ഇവിടെ. ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു, നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് ഇവിടെ അപ്ലോഡ് ചെയ്യുക. നിങ്ങളുടെ ഫോണിൽ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലാണോ എവിടെയാണ് സേവ് ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ അവിടെ നിന്നും ഇവിടെ അപ്ലോഡ് ചെയ്യുകയാണ് ഈ സമയത്ത് ചെയ്യേണ്ടത്. അതിനുശേഷം നിങ്ങളുടെ അഡ്രസ് പ്രൂഫിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ആധാർ ആയിരിക്കാം. ആധാർ ആണെങ്കിൽ ആധാർ, അല്ലെങ്കിൽ ഏതാണോ നിങ്ങൾക്ക് ഇന്ന അഡ്രസ്സിൽ ഇന്ന ഏരിയയിൽ നിന്നുള്ളവരാണ് എന്ന് പ്രൂഫ് ചെയ്യുന്നതിന് ഡിസ്ട്രിക്ട് പ്രോഗ്രാമിന്റെ ഒക്കെ കാര്യത്തിൽ നമുക്ക് പ്രധാനമായിട്ടും വേണ്ടി വരുന്നതാണ്. അതുകൊണ്ട് അവിടെ കറക്റ്റ് ആയിട്ടുള്ള നിങ്ങളുടെ ID പ്രൂഫ് ഇവിടെ എൻ്റർ ചെയ്യുക. CRC നടത്തുന്ന 26 വെബിനാറുകളിലും എങ്ങനെ രജിസ്റ്റർ ചെയ്യാമെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഇനി പ്രധാനമായിട്ടും ചിന്തിക്കേണ്ട അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം എന്ന് പറയപ്പെടുന്നത് 4 തരത്തിലുള്ള പ്രധാന പ്രോഗ്രാമുകളാണ് CRC നടത്തപ്പെടുന്നത്. ഒന്നാമത്തത് എന്ന് പറയപ്പെടുന്നത് നാഷണൽ ലെവൽ പ്രോഗ്രാമുകളാണ്. നാഷണൽ ലെവൽ പ്രോഗ്രാം എന്ന് പറയപ്പെടുമ്പോൾ നമുക്ക് രാജ്യത്തിന്റെ എവിടെയുള്ള വ്യക്തികൾക്ക് വേണമെങ്കിൽ അതിന്റെ അകത്ത് പങ്കുചേരാം എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. അതുകൊണ്ട് കേരളത്തിലുള്ള ആർക്ക് വേണമെങ്കിലും പങ്കുചേരാം, ഒരു പ്രശ്നങ്ങളുമില്ല. അടുത്ത ലെവൽ എന്ന് വെച്ചാൽ സോണലാണ്. സോണൽ എന്ന് പറയുമ്പോൾ സൗത്ത് സോൺ ആയിരിക്കും. നമുക്ക് സ്വാഭാവികമായിട്ടും തമിഴ്നാട്, അതുപോലെ തന്നെ ആന്ധ്ര, കേരള ഇങ്ങനെയുള്ള ഭാഗങ്ങളിലുള്ള സൗത്ത് സോണിലുള്ളവർക്കായിരിക്കും നമുക്ക് അതിന്റെ അകത്ത് പങ്കെടുക്കാൻ കഴിയുക. അപ്പോ അവർക്ക് മാത്രമായിരിക്കും, മറ്റുള്ള സോണിലുള്ള ആളുകൾക്ക് പങ്കെടുക്കാൻ കഴിയുകയില്ല. ഇനി അടുത്തത് സ്റ്റേറ്റ് ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കേരളം നടത്തുന്നതായതുകൊണ്ട് സ്വാഭാവികമായിട്ടും സ്റ്റേറ്റ് ലെവലിലുള്ള വ്യക്തികൾക്ക് മാത്രമായിരിക്കും അതിൽ പങ്കെടുക്കാൻ കഴിയുന്നത്. എന്ന് വെച്ചാൽ കേരളത്തിലുള്ളവർക്ക് മാത്രമേ കഴിയുകയുള്ളൂ. ഇനി പ്രധാനമായിട്ടും ചിന്തിക്കേണ്ടത് ഡിസ്ട്രിക്ട് ലെവലാണ്. ഡിസ്ട്രിക്ട് ലെവൽ പ്രോഗ്രാം എന്നാണ് എങ്കിൽ നിങ്ങൾക്ക് ഒരു കാരണവശാലും ഡിസ്ട്രിക്റ്റിന് പുറത്തുള്ളവർക്ക് ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ കഴിയുകയില്ല. ഡിസ്ട്രിക്ട് ലെവൽ പ്രോഗ്രാമിൽ നിങ്ങൾക്ക് പങ്കെടുക്കണമെങ്കിൽ
പങ്കെടുക്കണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഒന്നെങ്കിൽ RCAയിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന അഡ്രസ്സ് നിങ്ങളുടെ ഈ ഡിസ്ട്രിക്റ്റിലുള്ളതായിരിക്കണം, അല്ലെങ്കിൽ നിങ്ങളുടെ വർക്കിംഗ് അഡ്രസ്സ് അതായിരിക്കണം, അല്ലെങ്കിൽ നിങ്ങളുടെ റെസിഡൻഷ്യൽ അഡ്രസ്സ്, ഇങ്ങനെ ഏതെങ്കിലും ഒരു അഡ്രസ്സ് പ്രൂഫ് നിങ്ങൾക്ക് അവിടെ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ പറഞ്ഞിരിക്കുന്ന ഡിസ്ട്രിക്ട് പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ കഴിയുകയുള്ളൂ. താങ്ക് യു.